ഇതൊരു വൈകുന്നേരത്തെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡ്രോയിങ്ങും അവരുടെ കളികളൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം നമ്മൾ ഇതേപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. ആ സമയത്തായിരിക്കും ആമിക്കൊക്കെ സ്കൂളിലുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ടാവുക കേട്ടോ. എപ്പോഴും നമ്മൾ കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അവർക്ക് അവരുടേതായ സ്കൂളിലെ വിശേഷങ്ങളും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാനുള്ള സമയം കിട്ടുക കേട്ടോ. എപ്പോഴും നമ്മൾ തിരക്കാവുമ്പം കുട്ടികളും ഓട്ടോമാറ്റിക്കലി നമ്മളോടൊന്നും പറയാതെ ആവും. അപ്പം നമ്മളെപ്പോഴും കൂടെ ഇരുന്ന് അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് അവർക്കെല്ലാം ഓപ്പണായിട്ട് നമ്മളോട് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും അതിനു വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആമിക്ക് ഒരു ഡ്രോയിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആമി ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പിക്ചറാട്ടോ. അപ്പോൾ അവളൊന്ന് സമയം കിട്ടിയപ്പം നാളെ സ്കൂളൊക്കെ അവധിയാണല്ലോ. അപ്പം പൊങ്കലാണ് നാളെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആമിക്കുട്ടി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതിന് ഈ ഒരു ക്യാറ്റിന്റെ പേരറിയില്ല, പക്ഷെ ഇത് ഭയങ്കര രസമുള്ളതാണ്. അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരു ഡ്രോയിങ് ആണിത്. ആമി റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. റെഫറൻസ് ഞാൻ പിൻട്രസ്റ്റിൽ എനിക്ക് ഇതിന്റെ പേര് അറിയത്തുണ്ട്. പക്ഷെ ഞാൻ ഈ പിക്ചർ കണ്ടപ്പോൾ പറഞ്ഞു ഇത് വരയ്ക്കണോ, ഇത് നിനക്ക് അറിയുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായില്ലേ. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ് കേട്ടോ. ആമി അത് വരച്ചോണ്ടിരിക്കുകയാണ്. വരച്ച് കഴിയാനായിട്ടുണ്ട്. ഒരു ബസ് സ്റ്റോപ്പിൽ വെക്കുന്നൊരു ചേട്ടനല്ല പൂച്ച, പിന്നെ ഒരു കുട്ടി. എന്റെ പാപ്പു അവിടെ എന്താ ചെയ്യണേ? ഞാൻ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രെഡിനെ അവളുടെ പെയിന്റ് അവള് കുത്തി വരച്ചിട്ടുണ്ട്. അപ്പൊ നീ കളേഴ്സ് ഒക്കെ ഏതാന്നറിയോ? പെയിന്റിന്റെ ഇതൊക്കെ ഫുൾ പെയിന്റ് ചെയ്തിട്ട് കൊളാക്കി വെച്ചിട്ടുണ്ടല്ലോ. പാപ്പും ഇവിടെ തിരക്കിട്ട് പെയിന്റ് അടിക്കാണ്. ഇവിടെ ആമീൻ്റെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയി വരുന്നുണ്ടല്ലേ ആമി പെയിന്റ് ചെയ്തിട്ട്. ആമിക്കുട്ടികളുടെ ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അവൾ കുറച്ച് സമയം കൊണ്ട് വരച്ചതാണ്. ഇതേപോലത്തെ ഒരു കുഞ്ഞു ബുക്കിൽ അവൾ എപ്പോഴും ചെയ്യുന്ന ഒരു പുതുതായിട്ട് വാങ്ങിച്ചൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ വരച്ചിട്ട് കാണിച്ചു തന്നു. പിന്നെ ഇതാ പാപ്പും അവൾ വരച്ചതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ പാപ്പുച്ചി വരച്ചത്. ഓക്കെ ബൈ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.